കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പേരാണ് നന്ദകുമാർ. പക്ഷെ പലർക്കും ഒരു സംശയമുണ്ടാകും, ആരാണ് ഈ ദല്ലാർ നന്ദകുമാർ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നതെന്ന്. രാഷ്ട്രീയ നേതാക്കളുമായും ഉദ്യോഗസ്ഥരുമായും അടുത്ത ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ട് വാർത്താ സമ്മേളനങ്ങളിലൂടെ നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തിയാണ് നന്ദകുമാർ. കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾ ഉയർന്നപ്പോൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ പേരും ചർച്ചയായി. ഇതേ വ്യക്തി ചെയർമാൻ ആയിരിക്കുന്ന വെണ്ണല മഹാദേവൻ ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് സംബന്ധിച്ചാണ് അൻസിബ ഹാസനുമായി വാക്കുതർക്കം ഉണ്ടാകുന്നത്. കുക്കു പരമേശ്വരൻ ഒപ്പിട്ടുകൊടുത്തതിന്റെ തെളിവ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാണ് അമ്മയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത്. അമ്മ പോലെയുള്ള കുടുംബ സംഗമത്തിൽ ഇത്തരക്കാരുടെ പണം സ്വീകരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ദല്ലാളെന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് വിവിധ ഇടപാടുകളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചെന്ന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ്. രാഷ്ട്രീയ നിയമനങ്ങൾ, ബിസിനസിന്റെ ഇടപാടുകൾ, കേസിന്റെ ഒത്തുതീർപ്പുകൾ എന്നിവയിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചുവെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഉയർന്നിരുന്നു. കേരളത്തെ നടുക്കിയ സോളാർ സ്കാം സമയത്ത് പല രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളും പുറത്തു വന്നിരുന്നു. ആ കാലഘട്ടത്തിൽ വാർത്താ സമ്മേളനങ്ങളിലൂടെയും ആരോപണങ്ങളിലൂടെയും നന്ദകുമാർ വാർത്തകളിൽ ഇടം പിടിച്ചു. ചില നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർത്തുകയും രഹസ്യ വിവരങ്ങൾ കൈവശമുണ്ടെന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയ ഗോൾഡ് സ്മഗ്ലിംഗ് കേസ് കാലത്തും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു. പല വിഷയങ്ങളിലും പ്രതികരണങ്ങളുമായി എത്തിയ അദ്ദേഹം ചില ഉന്നതരുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. ഫോൺ ശബ്ദരേഖകൾ പുറത്തുവിടൽ, രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കൽ, രഹസ്യ ഇടപാടുകളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം കൊണ്ടും നന്ദകുമാർ നിരന്തരം വിവാദ കേന്ദ്രമായി. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും വലിയ ചർച്ചയായി മാറി. എന്നാൽ ഇതിന്റെ മറുവശവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നു. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും എതിരാളികൾ ഉന്നയിച്ചു. നിരവധി കേസുകളും നിയമ നടപടികളും അദ്ദേഹത്തെ പിന്തുടർന്നു. പക്ഷെ ഒരു പ്രധാന കാര്യം മറക്കരുത്, വാർത്തകളിൽ വന്ന എല്ലാ ആരോപണങ്ങളും കോടതിയിൽ തെളിയിച്ച കുറ്റങ്ങളല്ല. പല വിഷയങ്ങളും ആരോപണ പ്രത്യാരോപണ തലത്തിൽ തന്നെ തുടരുകയാണ്. ദീർഘനാളുകളുമായി അമ്മ എന്ന സംഘടനയിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അൻസിബ തുറന്നു പറഞ്ഞു. ജിഹാദി എന്നും മതപരിവർത്തനം നടത്തുന്നുവെന്നും കളിയാക്കുന്നവർ അറിയാതെ പോകുന്ന കാര്യം, ചെറിയ ലാഭത്തിനായി ഇവരെ സമീപിച്ചാൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇത്രയും വലിയൊരു സംഘടന ഇങ്ങനെ ശ്രദ്ധയില്ലാതെ പ്രവർത്തിക്കാൻ പാടില്ല. ഒരാളെ നേരിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുവെങ്കിൽ എത്രത്തോളം ദുഃഖവും അമർഷവും അനുഭവിച്ചു കാണുമെന്നുകൂടി മനസ്സിലാക്കണം. അവരുടെ ജീവന് പോലും അപകടമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഭയപ്പെടുന്നതെന്നാണ് വ്യക്തമായി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്.